ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിരിക്കാം. ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയാം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം, രാത്രിയിൽ നമ്മൾ കർത്താവിനെ ആരാധിച്ചാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണ്. രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആരാധിച്ചാൽ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള കൃപകൾ നമ്മുടെ ജീവിതങ്ങളിൽ കിട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് ചിന്തിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 12-ാമത്തെ അധ്യായത്തിൽ 5 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. രാത്രിയിൽ കർത്താവിനെ ആരാധിച്ചാൽ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ, അതുപോലെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിലെല്ലാം പ്രത്യേകം കൃപ തരും. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 12-ന്റെ 5 മുതൽ 7 വരെയുള്ള വചനങ്ങൾ. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. 5 മുതൽ വചനങ്ങളിൽ, പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവന് വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരുമിച്ച് വായിക്കാം. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഹെരോദേസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രി പത്രോസ് ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗൃഹവാതിക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കുക. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുവേ ആരാധന, ആരാധന. ദൈവത്തിൻ്റെ വചനം പറയാണ്, രാത്രിയിൽ പത്രോസ് ആരാധിക്കുമ്പോൾ പരസ്യ വിചാരണ പിറ്റേ ദിവസം നടത്തും. അത് കഴിഞ്ഞ് ഒരുപക്ഷെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത് ഹെരോദേസ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ, കാരണം ഈ പത്രോസിനെ തടവറയിൽ പാർപ്പിക്കാനുണ്ടായ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഹെരോദേസ് യാക്കോബിനെ വധിച്ചു കഴിഞ്ഞപ്പോൾ, യാക്കോബിനെ വധിച്ചത് യഹൂദന്മാരെ വളരെയധികം സന്തോഷിപ്പിച്ചു എന്ന് ഹെരോദേസ് തിരിച്ചറിഞ്ഞപ്പോൾ ഇനി അടുത്ത അപ്പസ്തോലനെ കൊല്ലാമെന്ന് വിചാരിച്ചു. യാക്കോബ് അപ്പസ്തോലനെ കൊന്നു കഴിയുമ്പോൾ വളരെ സന്തോഷം യഹൂദന്മാർക്കുണ്ടായതുകൊണ്ട് അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിൽ കൊണ്ടുവന്നാക്കി. അപ്പം അങ്ങനെ പിറ്റേ ദിവസം നാളെ കൊല്ലും. ഇന്ന് രാത്രിയിൽ പത്രോസ് ബന്ധിതനായി ചങ്ങലകളിലിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവജനം മുഴുവൻ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയാണ്. സഭ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ദൈവജനം, അതുപോലെ പത്രോസ് ഈ കാരാഗൃഹത്തിൽ കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരുന്ന പത്രോസിൻ്റെ കൈകളിൽ നിന്നും ചങ്ങലകൾ തനിയെ അഴിഞ്ഞു വീഴുകയാണ്. അപ്പോൾ ഈ പത്രോസ് എങ്ങനെയാണ് കാരാഗൃഹത്തിൽ കിടന്നത് എന്ന് പറയുന്നുണ്ട്. 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയാണ്. 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയാണ്. അതുപോലെ തന്നെ വചനം പറയുന്നുണ്ട്, പത്രോസ് ഇരുമ്പ് ചങ്ങല ബന്ധിതനായി 2 പടയാളി മധ്യേ ഉറങ്ങിയായിരുന്നു. പട്ടാളക്കാർ കാരാഗൃഹത്തിന് കാവൽ നിൽക്കുന്നുണ്ട്. അപ്പം പുറത്തും ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സമയത്താണ് ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചങ്ങലകൾ അഴിഞ്ഞു. എന്നിട്ട് തട്ടി ഉണർത്തി ചങ്ങലകൾ അഴിഞ്ഞു. എന്നിട്ട് അവനോട് പറയുകയാണ് എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. 8-ാമത്തെ വചനം പറയാം, നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി അവനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഈ കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല. തനിക്കൊരു ദർശനം ഉണ്ടായതായേ കരുതിയുള്ളൂ. ചങ്ങല അഴിഞ്ഞു വീണിട്ടും ഒരു യാഥാർത്ഥ്യമാണ്, ഇത് സത്യമാണ്, അല്ലെങ്കിൽ ഇത് സ്വപ്നമാണെന്നാണ് ചിന്തിക്കുന്നത്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. എന്നിട്ട് 10-ാമത്തെ വചനം വായിച്ചേ. അവർ 1-ാമത്തെയും 2-ാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി. അത് അവർക്കായി സ്വയം തുറന്നു. അപ്പം ഇരുമ്പ് കവാടം സ്വയം തുറന്നു. അപ്പോൾ കൈകളിലെ ചങ്ങലകൾ അഴിഞ്ഞു വീണു.
അതുപോലെ തന്നെ ഇരുമ്പ് വാതിൽ സ്വയം തുറന്നു. അവർ പുറത്ത് കടന്ന് തെരുവിലൂടെ പിന്നിട്ടപ്പോൾ ദൂതൻ അപ്രത്യക്ഷമായി. അപ്പോഴാണ് പത്രോസിന് പൂർണ്ണ ബോധം വന്നത്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. വലതിരുവർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. ഇപ്പം ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി, രാത്രിയിൽ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കുമ്പോൾ കുടുംബത്തിൻ്റെ കെട്ടുകൾ അഴിയും, കുടുംബത്തിന്മേലുള്ള കെട്ടുകൾ അഴിയും, വ്യക്തി ജീവിതങ്ങളിലുള്ള കെട്ടുകൾ അഴിയും. ഇപ്പോൾ വിശ്വസിച്ച് ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ രാത്രി ആരാധനയിൽ കടന്നു വരുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ ഇരുമ്പ് പോലെയുള്ള വാതിൽ നിന്നാലും ദൈവം അത് അഴിച്ചു മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ടാണല്ലോ ഏശയ്യാ 45:2 വചനം പറയുന്നുണ്ടല്ലോ. ഏശയ്യാ 45:2 പറയുന്നുണ്ടോ, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഓടിക്കുകയും ചെയ്യും. ഞാൻ നിനക്ക് മുമ്പേ പോയി പിച്ചള വാതിൽ തകർത്ത് ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിച്ചു കളഞ്ഞ് നിന്റെ ജീവിതത്തെ രക്ഷിക്കും. പറഞ്ഞേ ഹല്ലേലൂയാം. വളരെ വരുത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. ഇപ്പം ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി, അതിന് രാത്രിയിൽ ആരാധിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ എന്തുണ്ടെങ്കിലും അത് എടുത്തു മാറ്റാൻ ഈശോ ഇടപെടുമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ടാണ് ഇൻസിനു യേശു എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈശോ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിൻ്റെ 100-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഒരു പ്രത്യേക ആവശ്യമോ നിയോഗമോ നിന്നെ ഫലമേൽപ്പിക്കുമ്പോൾ എൻ്റെ ദീപികാരൻ്റെ ഹൃദയത്തോട് അപേക്ഷിക്കുക. എൻ്റെ ദീപികാരൻ്റെ ഹൃദയത്തോട് അപേക്ഷിക്കുമ്പോഴൊക്കെ ഞാൻ ദയാർദ്രനാകും. ഈശോ പറയുക, നീ ഒരു പ്രത്യേക നിയോഗം ഏറ്റെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക ആവശ്യം കടന്നു വരുമ്പോൾ, നീ ആ ആവശ്യങ്ങളെ എൻ്റെ ദിവ്യകാരുണ്യ ഹൃദയത്തിന് ഫലമേൽപ്പിക്കണം, അവിടെ സമർപ്പിക്കണം. അങ്ങനെ നീ സമർപ്പിച്ചാൽ, നീ അങ്ങനെ സമർപ്പിച്ച് അപേക്ഷിക്കുമ്പോൾ ഞാൻ ദയ കാണിക്കുമെന്ന് പറയാം, ഞാൻ ദയാർദ്രനാകും ഈശോ പറയുകയാണ്. അപ്പം അതുകൊണ്ട് ഈശോ ഉറപ്പിച്ച് പറയുക, ഈ വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ വീണ്ടും ഈശോ ഇങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് ഫാദർ ഡാനിയൽ കിർബി എന്ന് പറയുന്ന ഒരു ബെൻഡിക്റ്റൈൻ സന്യാസിക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ്. ഇൻസിനു യേശു എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിൽ പറയുക. അപ്പം അതുകൊണ്ട് പ്രത്യേക നിയോഗങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ, പ്രത്യേക ആവശ്യങ്ങൾ വരുമ്പോൾ, പ്രത്യേക ചുമതലകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നീ അവയെ ദീപികാരൻ്റെ ഹൃദയത്തിന് സമർപ്പിക്കണം. അങ്ങനെ ദീപികാരൻ്റെ ഹൃദയത്തിന് സമർപ്പിക്കുമ്പോൾ ഞാൻ നിന്നോട് ദയ കാണിക്കും, അനുകമ്പ കാണിക്കും ഈശോ പറയുക. പറഞ്ഞേ ഹല്ലേലൂയാം. വലതേര് ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഈ സ്കൂളിലെ നമ്മുടെ മിഷൻ സ്കൂളിലെ മാഷു എന്ന് പറഞ്ഞതല്ലേ, ഒരു സാക്ഷ്യം പറഞ്ഞതല്ലേ, തോമസ് മാഷു പറഞ്ഞ സാക്ഷ്യം അതല്ലേ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സർവീസ് ബുക്ക്, പെൻഷൻ പറ്റി, മിഷൻ സ്കൂളിൽ നിന്ന് പെൻഷൻ പറ്റി 3-5 മാസം മുമ്പ് സർവീസ് ബുക്ക് നഷ്ടപ്പെട്ടു. അവിടുത്തെ ഒരു അധ്യാപകൻ്റെ, അദ്ദേഹം അത് എഴുതി കൊടുക്കാനായിട്ട് എല്ലാം ഏൽപ്പിച്ചിട്ട് റിലീവ് ചെയ്തു പോകും, അല്ല പെൻഷൻ പറ്റി പോകുമ്പോൾ കൊടുക്കാൻ വിട്ടുപോയി. ബാക്കിയുള്ള ആൾക്കാരുടെ മുഴുവൻ സർവീസ് ബുക്ക് കൊടുത്തതിൻ്റെ രേഖ ഒപ്പിട്ട് കൊടുത്തു. ഒരു മാഷിൻ്റെ മാത്രം കൊടുക്കാൻ പറ്റിയില്ല. ഈ മാഷ് ഇവിടുന്ന് സ്ഥലം മാറി കാസർഗോഡ് പോയി 7ഓളം വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 7 വർഷമായിട്ടും ആ മാഷിന് ശമ്പളം കിട്ടുന്നില്ല. ശമ്പളം കിട്ടാത്ത സാഹചര്യത്തിൽ ആ മാഷ് കോടതിയിൽ പോയി അവസാനം സർവീസ് ബുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ മിഷൻ സ്കൂളിൽ അതിൻ്റെ ഓർഡർ വരുമ്പോൾ ഇവിടെ തപ്പിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ മാഷിനെ വിളിച്ചു പറയുക, പഴയ എച്ചമ്മല്ലേ, അതുകൊണ്ട് നിങ്ങൾ തന്ന രേഖയിൽ ഈ സർവീസ് ബുക്കില്ല, ഈ മാഷിൻ്റെ സർവീസ് ബുക്കില്ല, അതുകൊണ്ട് അത് എടുത്തു തരണമെന്ന് പറയാണ്. 6 പ്രാവശ്യം പോയി ഈ സ്റ്റോറും അതുപോലെ തന്നെ ലോക്കറുകളും എല്ലാം പരിശോധിച്ചു, പക്ഷേ സർവീസ് ബുക്ക് അവിടെ ഇല്ല. അവസാനം ഇപ്പോഴത്തെ എച്ചം ഈ മാഷിന് ഷോക്കോസ് നോട്ടീസ് അയച്ചു, എത്രയും പെട്ടെന്ന് ഇത് കണ്ടുപിടിച്ച് തന്നില്ലെങ്കിൽ ഞാൻ കോടതിയിൽ നിങ്ങൾ തന്നില്ല എന്ന രേഖയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെല്ലാം റിപ്പോർട്ട് ചെയ്യും. ജയിലിൽ പോയി കിടക്കേണ്ട സാഹചര്യമാണ്, ജയിലിൽ കിടക്കേണ്ട സാഹചര്യം. അപ്പോൾ ഇവിടെ വന്നു.
മണ്ണാർക്കാട് വന്നു ഏകദിനത്തിൽ, കാഞ്ഞിരപ്പുഴ ഏകദിനത്തിൽ വന്നു, ഇവിടെ വന്ന് ഏകദിനത്തിൽ വന്നു. ഇവിടെ രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചു. ഈ സർവീസ് ബുക്ക് ഒരിക്കലും കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം കൂടെയുള്ളവർ ചതിച്ചതാണെന്ന് മനസ്സിലായി, എടുത്തു മാറ്റിയതാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, മണ്ണാർക്കാട് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അതുപോലെ ഇവിടുത്തെ ഏകദിനത്തിൽ ഒരു ദിവസം കൂടെ വന്ന് അദ്ദേഹം കൊടുത്ത രേഖകൾ മുഴുവൻ സർവീസ് ബുക്ക് ബാക്കിയുള്ളവരുടെ ഒപ്പിട്ട് കൊടുത്തതിൻ്റെ രേഖ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ അകത്തില്ല അച്ഛാ, ഞാൻ കൊടുത്തിട്ടില്ല, രേഖയുണ്ട്, അത് കിട്ടാനുമില്ല. അപ്പോൾ ഈ മാഷിന് ഉറപ്പായിട്ടും മനസ്സിലായി ജയിലിൽ പോയി കിടക്കേണ്ടി വരും. കാരണം വിജിലൻസും കേസെടുത്തിരിക്കുകയാണ്. അപ്പം രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, ഇത് കൊടുക്കുക അല്ലാതെ വേറെ രക്ഷപ്പെടാൻ വഴിയില്ല. അപ്പം മാഷ് പറഞ്ഞു, ഈ കടലാസ് കൊടുത്തില്ലെങ്കിൽ, സർവീസ് ബുക്ക് കൊടുത്തില്ല, ഞാൻ ജയിലിൽ പോയി കിടക്കണം. അതുമാത്രമല്ല, കഴിഞ്ഞ 7 വർഷത്തെ ശമ്പളം ആ മാഷിന് ഞാൻ കയ്യിൽ നിന്ന് കൊടുക്കണം വിത്ത് ഇൻട്രസ്റ്റ്. അത്രമാത്രം വലിയൊരു ഭാരവും എൻ്റെ മേൽ വരാൻ പോവുകയാണ്. അതുകൊണ്ട് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അപ്പോൾ ഇവിടെ വന്ന് വളരെ സങ്കടത്തോടു കൂടി ആ കടലാസ് കാണിച്ചത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഈ മാഷിനോട് ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ സർവീസ് ബുക്ക് എടുത്ത് മാറ്റി കൊണ്ടുപോയി ഒളിച്ചു വച്ചിരിക്കുന്നവർ തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് തോന്നിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സർവീസ് ബുക്ക് ഒളിച്ചു വെച്ചവർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനാണ് മാഷ് പ്രാർത്ഥിക്കുന്നത്, ഞാനും പ്രാർത്ഥിക്കാം. ഈ മാഷ് അത് വിശ്വസിച്ചു. രാത്രികാലം ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ബന്ധനം അഴിയപ്പെടണം, ഈ കെട്ടുകൾ നീങ്ങണം. ജയിലിൽ മുമ്പിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ ശക്തി കടന്നു വരണം. മാഷ് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവിടെ നിത്യാരാധനയിൽ ഒരു ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു. ആദ്യ വെള്ളി ശുശ്രൂഷകളിലും മറ്റ് വെള്ളിയാഴ്ച ശുശ്രൂഷകളിലും ഏകദിന ശുശ്രൂഷകളിലും ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഗൗരവം എനിക്കും മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ ഒരു വക്കീലിനെ കാണാൻ വേണ്ടി പറഞ്ഞു വിട്ടു. ആ വക്കീൽ പറഞ്ഞു, രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ല, ഈ സർവീസ് ബുക്ക് തന്നെ കൊടുക്കണം, ഇല്ലെങ്കിൽ ജയിൽ മാത്രം. പക്ഷേ കേസ് കളിക്കാം, വേറെ കാര്യങ്ങളൊന്നുമില്ല, ജയിലിലിട്ടാൽ ജാമ്യം എടുക്കാം, കേസ് നടത്തേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ ശക്തമായൊരു ഇടപെടലുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ മണ്ണാർക്കാട് ഏകദിന ശുശ്രൂഷയിൽ വന്നപ്പോൾ അദ്ദേഹം സാക്ഷി പറയുകയാണ്, ഇത് ഇത്ര ഗുരുതരമായ അവസ്ഥയിരിക്കുമ്പോൾ എച്ചം വിളിച്ചു, ഒന്നുകൂടെ വന്ന് നീ തപ്പി നോക്ക്. അങ്ങനെ തപ്പിയപ്പോൾ ഇദ്ദേഹം വെച്ച സർവീസ് ബുക്ക് വെച്ച കവറ് വേറൊരു കവറിലിട്ട് ആ സർവീസ് ബുക്ക് ലോക്കറിൽ തന്നെ ഇരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചതിച്ചവർ എടുത്തുകൊണ്ടെന്ന് വെച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രത്യേക നിയോഗങ്ങളിൽ, പ്രത്യേക ആവശ്യങ്ങളിൽ ദീപികാരൻ്റെ ഹൃദയത്തിന് മുമ്പിൽ നീ നിൻ്റെ പ്രശ്നങ്ങളെ സമർപ്പിക്കുമ്പോൾ ദൈവമായ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന്, കെട്ടുകൾ അഴിക്കുമെന്ന്, നിൻ്റെ ബന്ധനങ്ങൾ എടുത്തു മാറ്റുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പഠിപ്പിക്കുക. യേശയ്യ 45:2 അത് തന്നെയാണ് പറയുന്നത്. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പോസ്തല പ്രവർത്തനം 16-ാമത്തെ അധ്യായം 25-26 വചനങ്ങൾ. വീണ്ടും രാത്രിയിൽ കർത്താവിൻ്റെ അടുക്കൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണ്. രാത്രിയിലുള്ള ആരാധനയുടെ ശക്തി, രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന് ശക്തി അപ്പോസ്തല പ്രവർത്തനം 16-25 മുതലുള്ള വചനങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. പൗലോസും സീലാസും തടവറയിൽ കിടക്കുമ്പോൾ അവർ രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നതിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുക. നമുക്ക് ഒരുമിച്ച് വായിക്കാം. അപ്പോസ്തല പ്രവർത്തനം 16-25-26. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇപ്പം നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ അതിലൂടെ തന്നെ നമ്മുടെ ബന്ധനങ്ങൾ അഴിയും. നമ്മൾ ബൈബിളൊക്കെ എടുത്ത് അത് വായിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ ജീവനുള്ള വചനം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങും. അപ്പോൾ
രാത്രിയിൽ അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ അർദ്ധരാത്രിയിലുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമുണ്ടെന്ന് പറയാം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ഒരു ഭൂകമ്പം ഉണ്ടാവുകയാണ്. കാരാഗൃഹത്തിൻ്റെ ഉള്ളറകളിൽ കിടന്ന പൗലോസിനെയും സീലാസിനെയും പ്രത്യേകമായിട്ടും പിറ്റേ ദിവസം വധിച്ചു കളയാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കാരാഗൃഹത്തിൽ കിടന്നു. ഈ 16:21 വായിച്ചു നോക്കി എങ്ങനെയാണ് ഈ കാരാഗൃഹത്തിൽ കിടന്നത് എന്നതിനെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അവർ അവരെ വളരെയധികം പ്രഹരിച്ചതിന് ശേഷം കാരാഗൃഹത്തിലടച്ചു. അവർക്ക് ശ്രദ്ധാപൂർവം കാവൽ നിൽക്കാൻ പാറാവുകാരനോട് നിർദ്ദേശം കൊടുത്തു. അവൻ കൽപ്പന പ്രകാരം അവരെ കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിലാക്കി കാലുകൾക്ക് ആമം വെച്ചു. എന്ന് പറഞ്ഞാൽ കാലിൽ ചങ്ങലയിട്ട് പൂട്ടി ബന്ധനസ്ഥനായിട്ട് അവരെ കിടത്തിയിരിക്കുക. എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല. എന്നിട്ട് പടയാളികൾ കാവലിൽ നിന്നു. അപ്പോൾ അങ്ങനെ രണ്ടുപേരുടെയും പൗലോസിൻ്റെയും സീലാസിൻ്റെയും കാലുകൾക്ക് ചങ്ങലയിട്ട് ബന്ധിച്ച് അവരെ പിറ്റേ ദിവസം കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് നിൽക്കുമ്പോൾ രാത്രിയിൽ ഇവർ ഈ ചങ്ങലകളുടെ മധ്യത്തിൽ, ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അവർക്കറിയാം രക്ഷപ്പെടാൻ വഴിയില്ല. ചങ്ങലയിട്ട് കാരാഗൃഹത്തിൽ കിടക്കുന്ന ഒരു വ്യക്തി പടയാളികളും പട്ടാളക്കാരും എല്ലാം കാവൽ നിൽക്കുന്നവർക്ക് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവർക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യമുള്ളൂ, യേശുവിനോട് പ്രാർത്ഥിക്കാം. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണം. വേറെ വഴിയില്ല. കർത്താവ് ഇടപെടണം. മുമ്പിൽ ഒരു വഴിയില്ല രക്ഷപ്പെടാൻ. പടയാളികൾ, അതുപോലെ തന്നെ കാരാഗൃഹം, അടച്ചിട്ട കാരാഗൃഹം, അത് മാത്രമല്ല, അടച്ചിട്ട കാരാഗൃഹം മാത്രമല്ല, കാലിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തിന് കീർത്തനം പാടി. അപ്പോൾ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. മാത്രമല്ല എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. എന്ന് പറഞ്ഞാൽ ദൈവസ്തുതി കടന്നു വരുമ്പോൾ ഈ ബന്ധനത്തിൽ പ്രാർത്ഥിക്കുന്നവോ മാത്രമല്ല, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴും. ദൈവത്തിന് വചനം പറയാം. അവർ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. എന്ന് പറഞ്ഞാൽ ഈ കാരാഗൃഹത്തിൽ വേറെ പലരും കിടപ്പുണ്ടായിരുന്നു. ഈ പൗലോസും സീലാസും മാത്രമല്ല, വേറെ പലരും ഉണ്ട്. അതുകൊണ്ടാണ് അടുത്ത വചനം പറയുന്നുള്ളൂ. കാവൽക്കാർ ഉണർന്നപ്പോൾ കാരാഗൃഹവാതിൽ തുറന്നു കിടക്കുന്നു കണ്ടു, തടവുകാരെല്ലാം രക്ഷപ്പെട്ടുവെന്ന് വിചാരിച്ചെന്ന് പറയാണ്. വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യയ്ക്ക് ഒരുങ്ങി. എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന സകലർക്കും ഇവരുടെ പ്രാർത്ഥന വഴി, ഈ മധ്യസ്ഥ പ്രാർത്ഥന വഴി അവർ രക്ഷപ്പെടാൻ വേണ്ടി ദൈവത്തെ സ്തുതിച്ച് അർദ്ധരാത്രിയോടടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവർ മാത്രമല്ല, കൂടെയുണ്ടായിരുന്നവർ പ്രാർത്ഥിച്ചോ? വേറെ സർവ്വക്കാരും എല്ലാം പ്രാർത്ഥിച്ചു? ആരും പ്രാർത്ഥിച്ചില്ല. പക്ഷേ എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ അർദ്ധരാത്രിയിൽ കാരാഗൃഹത്തിൽ കടന്ന് പ്രാർത്ഥിച്ച പൗലോസിൻ്റെയും സീലാസിൻ്റെയും അതുപോലെ മറ്റ് തടവുകാരുടെയും കാലുകളിലെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ രാത്രി കാലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, ദീപികായുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അതുപോലെ ഇനി ദീപികായുടെ സന്നിധി വരാൻ പറ്റിയില്ലെങ്കിൽ വീടുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരുടെയും കൂടെയുള്ളവരുടെയും ബന്ധനങ്ങൾ അഴിയപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് ഇന്ന് നമുക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെയും അതുപോലെ നമ്മുടെ കുടുംബങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും എല്ലാ ബന്ധനങ്ങൾ അഴിയപ്പെടാൻ നമ്മൾ കരങ്ങൾ ഉയർത്തി ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഈ അത്ഭുതത്തിലൂടെ വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ, നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. കർത്താവേ, രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബന്ധനങ്ങൾ എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ, നന്ദി പറഞ്ഞ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവേ വിലയുള്ളതായി കാണുന്നതിനോട് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ.
ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ. നമ്മളിപ്പോൾ സമർപ്പിക്കുന്ന എല്ലാ ബന്ധനങ്ങളും ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും അഴിയപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ. എല്ലാവർക്കും ഇരിക്കാം. രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ബന്ധനങ്ങളും ഉരുകപ്പെടും, അരിഞ്ഞു മാറ്റപ്പെടും. ഇതിനെക്കുറിച്ച് ഒരു വചനം പറയുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ 27-28. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാമത്തെ അധ്യായം 27-28. രാത്രി കാലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, പ്രഭാതത്തിൽ പുലർച്ചയ്ക്ക് മുമ്പ് നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണ് എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-27-28 നമുക്കൊരുമിച്ച് വായിക്കാം. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുമ്പുണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പോൾ ദൈവത്തിന് വചനം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. പ്രഭാതത്തിൽ പുലർകാല വെളിച്ചത്തിൽ എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് മുമ്പ് രാത്രിയിലെ പ്രാർത്ഥന. നമുക്കറിയാം, പുലർച്ചെ യാമം ആരംഭിക്കുന്നപ്പോഴാണ് 3 മണിക്കല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? പുലർച്ചെ 3 മണിയല്ലേ ഒരു ദിവസത്തിന് പുലർകാലം ആരംഭിക്കുന്നത്? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ 3 മണിക്കുള്ള പ്രാർത്ഥന, സൂര്യോദയത്തിന് മുമ്പ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള ഈ രാത്രി പ്രാർത്ഥന വളരെ അനുഗ്രഹപ്രദമാണ്. അതുപോലെ തന്നെ ഈ അഴിയാത്ത കെട്ടുകളും അഴിയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വചനം പറയുന്നത് അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി എന്ന് പറഞ്ഞാൽ അഗ്നി കൊണ്ട് നശിക്കാൻ പറ്റാത്ത ഇരുമ്പ് പോലെയുള്ള കാര്യങ്ങൾ, ഇരുമ്പാണെങ്കിലും പ്രഭാതത്തിലുള്ള ഈ പ്രാർത്ഥനയിൽ ഉരുകും. എന്നിട്ട് പറയും, ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലർകാല വെളിച്ചത്തിൽ കർത്താവിന് കൃതജ്ഞത അർപ്പിക്കാനും കർത്താവിനോട് പ്രാർത്ഥിക്കണം എന്നതിൻ്റെ ഒരു വിജ്ഞാപനമാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. നമുക്ക് വലതുകരം ഉയർത്തി ഈ വചനം നമുക്ക് പറയാം. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പോൾ സൂര്യോദയത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിന് മുമ്പ് നമ്മൾ രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് വലിയ അനുഗ്രഹത്തിന് കാരണമാകും. അപ്പോൾ ഉരുകാത്ത അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മതിച്ചു നിൽക്കുന്ന ഏത് പ്രശ്നമുണ്ടെങ്കിലും അത് ഉരുകിത്തീരുമെന്നാണ് പറഞ്ഞത്. ഏത് കെട്ടുകളും അപ്പോൾ അഴിയപ്പെടുമെന്ന് ദൈവത്തിന് വചനം പറയാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-27-28 വചനം പഠിപ്പിക്കുക. ഇത് തന്നെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 32-14 പറയുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 32-14, പ്രഭാഷകൻ 32-14. ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ രാത്രിയിലുള്ള പ്രാർത്ഥനയുടെ ഗുണത്തെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചും ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 32-14, പ്രഭാഷകൻ 32-14 കിട്ടിയെങ്കിൽ വായിക്കാം. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. 32-14 രണ്ടാം ഭാഗം കിട്ടിയെങ്കിൽ നമുക്ക് ഒരുമിച്ച് വായിക്കാം. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. നമുക്ക് വലതുകൈ ഉയർത്തി പറയാം. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. ഹല്ലേലൂയാം, ഹല്ലേലൂയാം,
ഇപ്പം രാത്രിയിലുള്ള പ്രാർത്ഥന, നേരം വെളുക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയിൽ ഒരു വ്യക്തി വ്യാപരിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ വലിയ കൃപ കിട്ടി. അപ്പോൾ ഈ എല്ലാ ബന്ധനങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ രാത്രിയിൽ ദീപികാരൻ ഈശോയുടെ സന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും ഇനി വീടുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും വലിയ കൃപയ്ക്ക് കാരണമായി തീരും. കുടുംബങ്ങളിൽ വലിയ കൃപയ്ക്ക് കാരണമായി തീരും. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം രാത്രിയിൽ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ഏതെല്ലാം ബന്ധനം ഉണ്ടെങ്കിലും അവൻ്റെ ജീവിതത്തിൽ അഴിയും എന്നതിനെ സൂചിപ്പിക്കുന്ന മറ്റൊരു ദൈവവചനമുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 40 മുതൽ ഉള്ള വചനങ്ങൾ. പുറപ്പാടിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 40 മുതലുള്ള വചനങ്ങൾ. എടുത്തെങ്കിൽ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. ഇസ്രായേൽക്കാരുടെ ഈജിപ്തിലെ വാസകാലം 430 വർഷമായിരുന്നു. 430 വത്സരം പൂർത്തിയായ അന്ന് തന്നെ കർത്താവിൻ്റെ ജനസമൂഹം മുഴുവൻ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവ് ജാഗ്രതായി വർത്തിച്ച രാത്രിയാണിത്. അക്കാരണത്താൽ തലമുറകൾ തോറും ഇസ്രായേൽക്കാർ ഉറക്കമിളച്ചിരുന്ന് ആ രാത്രി കർത്താവിൻ്റെ ബഹുമാനാർത്ഥം ആചരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ തലമുറകൾ തോറും ഇസ്രായേൽക്കാർ ഉറക്കമിളച്ചിരുന്ന് 430 വർഷം ഈജിപ്തിൽ വസിച്ച അവരെ കർത്താവ് രാത്രിയിൽ അവിടുന്ന് പുറത്ത് കൊണ്ടുവന്നു. ഈജിപ്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നാണ് പറയുന്നത്. രാത്രിയിൽ ജാഗ്രതയായി കർത്താവ് വളരെ ജാഗ്രതയോടെ അവരുടെ ഈജിപ്തിലെ 430 വർഷക്കാലത്തെ പീഡനങ്ങൾ അവസാനിച്ചു കൊടുത്തു. അപ്പം അങ്ങനെയെങ്കിൽ വലിയ പീഡനങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന ഒരു വ്യക്തി രാത്രിയിൽ ഉറക്കളച്ചിരുന്ന് ദൈവത്തെ ആരാധിച്ചാൽ അവൻ്റെ പ്രശ്നങ്ങൾ അഴിയുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ജാഗരണ പ്രാർത്ഥനയുടെ വചനമായി ഇത്. ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം ജാഗരണ പ്രാർത്ഥന നടത്തുന്ന ഒരു വ്യക്തി, രാത്രിയിൽ ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബന്ധനങ്ങൾ അഴിയും. ഇസ്രായേൽക്കാർ 430 വർഷം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞവരാണ്. അപ്പോൾ ഈ അടിമത്തം അവരുടെ ജീവിത വർഷങ്ങൾ നീണ്ട നൂറ്റാണ്ടുകൾ നീണ്ട അടിമത്തം അവരുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റി അവർ ഈ രാത്രിയിൽ അവരിരുന്ന് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം 10ഓളം പീഡകൾ അവരുടെ ഈ വിട്ടയക്കാൻ വേണ്ടി ഇസ്രായേൽക്കാരെ വിട്ടയക്കാൻ വേണ്ടി മോശയിലൂടെ ചെയ്തുവെങ്കിലും അവരുടെ ഹൃദയം കഠിനമാവുകയാണ്. ഫറവോയുടെ ഹൃദയം കഠിനമായി. അവസാനം ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് ജാഗ്രതയായി വർത്തിച്ച രാത്രിയാണിത്. അക്കാരണത്താൽ തലമുറകൾ തോറും ഇസ്രായേൽക്കാർ ഉറക്കമിളച്ചിരുന്ന് ആ രാത്രി കർത്താവിൻ്റെ ബഹുമാനാർത്ഥം ആചരിക്കണം. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ഇതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ, ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഫലശൂന്യമായി പോകില്ല. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും, ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. ഇതാണ് ഇൻസിനുയേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ 100-ാമത്തെ പേജിൽ പറയുന്നൊരു കാര്യമുണ്ട്. രാത്രിയിൽ എൻ്റെ ദീപികാരൻ്റെ മുഖത്തിന് മുന്നിൽ ഉണർന്നിരിക്കുന്നവർക്കായി പ്രത്യേക കൃപകൾ മാറ്റിവെച്ചിട്ടുണ്ട്. രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർ പിതാവിനോടുള്ള എൻ്റെ നിശാജാഗരണത്തെ അനുകരിക്കുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ എൻ്റെ പിതാവിനോട് സംസാരിച്ചതുകൊണ്ട് ഉറങ്ങുന്ന ലോകത്തിൻ്റെ ആകുലതകളും സൃഷ്ടിയുടെ നെടുവീർപ്പുകളും എൻ്റെ പ്രാർത്ഥനയിൽ ഏറ്റെടുത്തുകൊണ്ട് എത്രയോ വട്ടം ഞാൻ പിതൃ സന്നിധിയിൽ ഉണർന്നിരുന്നിട്ടുണ്ട്. ആത്മാക്കൾക്ക് മറ്റവസരത്തിൽ ഞാൻ നൽകാത്ത ഒരു വ്യക്തതയും സമാധാനവും രാത്രി പ്രാർത്ഥനയിൽ നീ കണ്ടെത്തും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ഈശോ പറഞ്ഞ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, രാത്രിയിൽ ദീപികായനത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേക കൃപ കൊടുക്കും. ഒന്നാമത്തെ കാര്യമാണ്, പ്രത്യേക കൃപ നൽകും. രണ്ടാമത് ഈശോ പറയുകയാണ്, രാത്രിയുടെ നിശബ്ദതയിൽ ഞാൻ സംസാരിച്ച് പിതാവിനോട് പ്രാർത്ഥിച്ചു. ഈശോ പിതാവിനോട് സംസാരിച്ച് രാത്രിയുടെ
നിശബ്ദതയിലാണ്. എന്നിട്ട് പറയാം, ഉറങ്ങുന്ന ലോകത്തിൻ്റെ ആകുലതകളും അതുപോലെ അവരുടെ നെടുവീർപ്പുകളും ഏറ്റെടുത്തുകൊണ്ട് ഈശോ പിതാവായ ദൈവത്തോട് രാത്രി പ്രാർത്ഥിച്ചു. അപ്പം നമ്മുടെ നെടുവീർപ്പുകൾ, അതുപോലെ ഞെരുക്കങ്ങൾ, തടസ്സങ്ങൾ, ഇതെല്ലാം ഈശോ ലോകത്തിൻ്റെ ഞെരുക്കങ്ങൾ, വ്യക്തികളുടെ ഞെരുക്കങ്ങൾ മുഴുവനും രാത്രിയിൽ ഉറക്കളച്ചിരുന്ന പിതാവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറയുക, നമ്മുടെ ജീവിതത്തിൽ വ്യക്തതയും സമാധാനവും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ രാത്രിയിൽ പ്രാർത്ഥിച്ചാൽ വ്യക്തത കിട്ടും, സമാധാനം കിട്ടുമെന്ന് പറയാം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ തടസ്സമാണ്. എന്ത് ചെയ്യണം, എങ്ങനെ പോകണം, അതുപോലെ തന്നെ ഈ പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കണം എന്നെല്ലാം തടസ്സങ്ങളിലൂടെ ഇന്ന് കടന്നു പോകുന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ ഈശോ പറയുക, വ്യക്തത കിട്ടി. ഇനി കുടുംബം ഒരു പ്രതിസന്ധിയിലൂടെ പോവുക, ഡൈവോഴ്സ് കേസിലൂടെ പോവുക, അസ്വസ്ഥതയിലൂടെ പോവുകയാണ്, അങ്ങനെയുള്ളവരൊന്ന് വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ, ആ ദമ്പതികൾ പ്രാർത്ഥിച്ചാൽ അവിടെ സമാധാനം കിട്ടി എന്ന് ഈശോ പറയുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ എത്രയോ കുടുംബ പ്രശ്നങ്ങളായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഭർത്താവും ഭാര്യയും അതുപോലെ ചെറിയ പിള്ളേർ, കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ചില കൈക്കുഞ്ഞുങ്ങൾ 3 മാസം 4 മാസമൊക്കെ പ്രായമുള്ള കൊച്ചാണ്. അതിനൊന്നും ഈ എന്താണ് ഈ മിൽമ പാല് കടയിൽ നിന്ന് മേടിക്കുക കൊടുത്താൽ കുടിക്കില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, അങ്ങനെ ഒരു കുട്ടി വന്നു, 7 മാസം 8 മാസം കണ്ട പ്രായമുള്ളൂ. മിൽമ പാല്, നമ്മൾ പാക്കറ്റ് പാല് ഇവിടെ മേടിക്കുന്നത്, അത് കൊടുത്താൽ കുടിക്കില്ല. ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി സൊസൈറ്റി പോയി മേടിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് പാല്. ഹല്ലേലൂയ. ആ സൊസൈറ്റിയിൽ നിന്ന് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുടുംബങ്ങൾ, പ്രശ്നങ്ങളിലൂടെ പോകുന്ന കുടുംബങ്ങൾ ഇവിടെ വന്ന് രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ, ഒരാഴ്ചയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് അവരുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് സ്നേഹത്തിൽ കൂട്ടായ്മയിൽ പോകുന്ന അനേകം കുടുംബങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഈശോ പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമില്ലാതെ വരുമ്പോൾ, വ്യക്തതയില്ലാതെ വരുമ്പോൾ, രാത്രിയിൽ നിങ്ങൾ ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾക്ക് ഈശോ ഉത്തരം നൽകും, ആ കുടുംബത്തെ അനുഗ്രഹിക്കും, സമാധാനം നൽകും. ഈശോ പറയുക, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഈ രാത്രി ആരാധനയെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ദീപികായുടെ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു ലഹരിയായി മാറണം, അതിനൊരു ആനന്ദം കണ്ടെത്തണം. അങ്ങനെ ഒരു ലഹരി കിട്ടിയ ഒരു വ്യക്തിയെ ആർക്കും തടയാൻ പറ്റില്ല. അവൻ ദീപികാന്റെ സന്നിധി വന്നിരിക്കും. നമുക്കറിയാം, സാമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുലിഖിതം, അവിടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഹന്നയെ നോക്കി പുരോഹിതനായ ഏലി പറയുന്നുണ്ട്, അവൾ ലഹരി പിടിച്ചതാണ്, അവൾ എൻ്റെ മദ്യം കുടിച്ചിട്ട് വന്നേക്കുന്ന, അതുകൊണ്ട് അവൾ ഇങ്ങനെ പുലമ്പിക്കൊണ്ട് നിൽക്കുകയാണ്, ദൈവസന്നിധി വ്യാപരിക്കുകയാണ്. ഇത് കണ്ടിട്ട് അവളുടെ ഈ നിലവിളിയും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം പുരോഹിതൻ വിചാരിച്ചു, അവിടെ ഉണ്ടായിരുന്ന ഏലി പുരോഹിതൻ വിചാരിക്കുക, പള്ളി വന്നിട്ട് ഒരാളിങ്ങനെ ബോധമില്ലാത്ത പോലെ കിടന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിന്തിക്കില്ലേ, ഇത് ഏണ്ട കള്ളു കുടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഏലി പുരോഹിതൻ പറയുന്നുണ്ട്, ദൈവസന്നിധിയിൽ നിന്ന് ഇവരേണ്ട ലഹരി കൊണ്ടാണ് ഇവൾ പുലമ്പുന്നത് എന്ന് പറയുക. അപ്പസ്തോല പ്രവൃത്തി 2:13 ഇതുപോലെ തന്നെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വിവിധ ഭാഷകളിൽ അവർ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പുതുവീഞ്ഞ് കുടിച്ചവനാണ് ലഹരി പിടിച്ചവനാന്ന് പറയുകയാണ്. പുതുവീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചവനാന്ന് പറയാം. അപ്പോൾ അവർക്ക് ഉള്ളിൽ ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞപ്പോൾ അതൊരു ലഹരിയായി മാറി. ദൈവസാന്നിധ്യം ലഹരിയായി മാറി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ദൈവ സാന്നിധ്യം ലഹരിയായി മാറുന്നവർക്ക് ദീപികാന്റെ സന്നിധി വന്നിരിക്കാൻ പറ്റൂ, അല്ലാത്തവർക്ക് ഇരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ദീപികാന്റെ സന്നിധിയിൽ ഒരു വ്യക്തിക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ലഹരിയായി മാറണം. ഉള്ളിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയണം. അങ്ങനെ നിറയുമ്പോഴേ ഇരിക്കാൻ പറ്റും, അല്ലെ ഇരിക്കാൻ പറ്റില്ല. ഈ വചനം കേൾക്കാൻ പോകുന്നു അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. നമുക്കറിയാം, ദീപികാന്റെ സന്നിധിയിൽ ഇരുന്നതിന്
നല്ലൊരു മാതൃക നമ്മൾ ബൈബിളിൽ കണ്ടുമുട്ടുന്നുണ്ട്. ലൂക്കാസ് വിശേഷം 10-ാമത്തെ അധ്യായം 38 മുതൽ 42 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് ആ വചനഭാഗം എടുക്കാം. ലൂക്കാസ് വിശേഷം 10:38 മുതലുള്ള വചനങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർത്തായെയും മറിയത്തെയും നമ്മൾ കണ്ടുമുട്ടുകയാണ്. അവർ പോകുന്ന വഴി അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്തായി എന്നു പേരിൽ ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്ന് പേരായി ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് അവൻ്റെ പാദാന്ത്യത്തിയിരുന്നു. അപ്പോൾ ഈ മറിയത്തിന് ഈശോയുടെ പാദത്തിൻ്റെ അടുക്കൽ വന്നിരിക്കാനായിട്ടെന്ന് പറഞ്ഞാൽ എന്താണ്, വ്യഗ്രതയൊന്നുമില്ല. ഈശോ ഒരു ലഹരിയാണ്. അവൾക്ക് ഈശോ എന്ന് പറഞ്ഞാൽ അവളുടെ ജീവിതത്തിൽ ഒരു ലഹരിയാണ്, ദൈവസാന്നിധ്യമാണ്. ഈശോ വരുമ്പോൾ ദൈവത്തിൻ്റെ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് അവൾ ഈശോയുടെ പാദത്തിൽ വന്നിരുന്നു. അടുത്ത വചനം നോക്കിയേ. മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷ മുഴുകി വ്യഗ്രതയെത്തിയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, കർത്താവെ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മറിയം, മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ ഉത്കണ്ഠ നിറഞ്ഞ മർത്തയ്ക്ക് ഈശോടെ തന്നെ ഇരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ദീപികാൻ സന്നിധിയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം ഉള്ളിൽ നിറയണം. അപ്പോൾ ഈ മറിയത്തിൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ പരസ്യമായിട്ട് ആരാധിക്കുക ഒരു ദീപികാരൻ്റെ ആരാധന തന്നെയാണത്. ഈശോയെ ആരാധിക്കുകയാണ്. ഈശോ വീട്ടിൽ വരുന്നു, ഈശോയുടെ പാദത്തിങ്കൽ വന്നിരിക്കുന്നു, ഈശോ പറയുന്നത് കേൾക്കുന്നു, ഈശോയെ മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. അപ്പോൾ ദീപികാരൻ്റെ ആരാധന ശരിക്കും പറഞ്ഞാൽ യേശുവിനെ പരസ്യമായിട്ട് ആരാധിച്ച ഒരു വ്യക്തിയാണ് മറിയം. പരസ്യമായി ആരാധിച്ചു. യേശു വരുമ്പോൾ യേശുവിനെ ആരാധിക്കുന്നു. ഇപ്പം നമുക്കറിയാം, ബൈബിളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോയെ ആദ്യം പരസ്യമായി ആരാധിച്ചതാരാ? അത് മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 2:11. അവിടെ നമ്മൾ കണ്ടുമുട്ടുന്നത് ജ്ഞാനികളെക്കുറിച്ചാണ്. ജ്ഞാനികളുടെ സന്ദർശനത്തെക്കുറിച്ച് 2-ാം അധ്യായത്തിൽ പറയുന്നു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായി മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. അപ്പോൾ യേശുവിനെ പരസ്യമായി ആദ്യം ആരാധിച്ചത് ആരാണ്? ജ്ഞാനികളാണ്. അപ്പോൾ ദീപികാരൻ്റെ ആരാധന അവരുടെ ജീവിതത്തിൽ യേശുവിനെ ആരാധിക്കുന്നു. അതുതന്നെയല്ല ദീപികാരന് ഇന്ന് സംഭവിക്കുന്നത്. അപ്പോൾ യേശുവിനെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ സംഭവിക്കുക. ഈ ജ്ഞാനികളുടെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ സംഭവിച്ചു. അതിനെക്കുറിച്ച് 12-ാമത്തെ വചനം പറയുന്നു. തുടർന്ന് വരുന്ന വചനം. അവർ ആരാധിച്ചു, നിക്ഷേപാത്രം തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. അടുത്തത്, ഹെരോദേസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ യാത്ര പുറപ്പെട്ടു. അപ്പോൾ ദൈവത്തെ ആരാധിച്ച് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യരുതാത്ത കാര്യം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. അവർ ചെയ്യരുതാത്ത കാര്യം അവരോട് പറയുകയാണ്, നിങ്ങൾ ഇന്ന കാര്യം ചെയ്യരുതെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏത് വഴിയെ പോകണമെന്ന് പറഞ്ഞു കൊടുക്കുക. ഏത് വഴിയെ പോകണം? നിങ്ങൾ മറ്റൊരു വഴിയെ പോകണം. അപ്പോൾ ചെയ്യരുതാത്ത കാര്യം പറഞ്ഞു തരും എന്ന് പറഞ്ഞാൽ ഹെരോദേസിൻ്റെ അടുത്തേക്ക് പോകരുത്, അതുപോലെ പുതിയ വഴിയെ തിരികെ പോകാൻ പറയുകയാണ്. അപ്പോൾ 2 കാര്യങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരും. ഇന്ന കാര്യം നീ ചെയ്യരുത്, അതുപോലെ തന്നെ ഇന്ന കാര്യം നീ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവിടുന്ന് വഴി തുറന്ന് തന്നു കഴിയുമ്പോൾ പിന്നീട് സംഭവിക്കുന്ന എന്താ? പുതിയ വഴി നമുക്ക് തുറന്നു തരും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ദീപികാരുടെ സന്നിധിയിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതാണ് സംഭവിക്കുന്നത്.
ദീപികാരനെ ആരാധന നടത്തുന്ന, രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ, ചെയ്യരുതാത്ത കാര്യങ്ങൾ പറഞ്ഞു തരും, വെളിപ്പെടുത്തി തരും. അതുപോലെ പുതിയ പുതിയ വഴികൾ ജീവിതത്തിൽ ഈശോ തുറന്നു തരും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഫൗസ്റ്റീനായുടെ ഡയറിയിൽ വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നുണ്ട്, ഞാൻ ദീപികാരൻ്റെ സന്നിധിയിൽ, എൻ്റെ നമ്പർ ഞാൻ കൃത്യം ഓർക്കുന്നില്ലെങ്കിലും പെട്ടെന്ന് ഓർമ്മ വന്നാണ്, ഞാൻ ദീപികാരൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഇത് പറഞ്ഞു തരും. ഈശോ പറഞ്ഞു തരും. എന്നിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ സഹോദരങ്ങളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറരുത് എന്നെനിക്ക് പറഞ്ഞു തരുമെന്ന് പറയുകയാണ്. അപ്പോൾ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറരുത്, ഒരു ബിഹേവിയർ കോൺടാക്റ്റ് പറഞ്ഞു തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബിഹേവിയർ കോൺടാക്റ്റ് അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരികയാണ്. എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറരുത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദീപികാരൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ തൻ്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. ഈശോ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ആരെ മാറ്റി നിർത്തില്ല. അപ്പോൾ വിശ്വസിച്ച് ദീപികാരൻ്റെ സന്നിധിയിൽ ഇരുന്ന് രാത്രിയിൽ പ്രാർത്ഥനയൊക്കെ നടത്തുന്ന, അല്ലെങ്കിൽ പകലാണെങ്കിൽ ശരി, ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തികൾക്ക് ഈശോ തൻ്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. അതിനൊരു ബൈബിളിൽ ഉദാഹരണം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ ഈശോ വ്യക്തമായിട്ടും തൻ്റെ ഹൃദയ രഹസ്യങ്ങൾ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. 13-ാമത്തെ അധ്യായത്തിൽ 21 മുതലുള്ള വചനങ്ങളിൽ, യോഹന്നാൻ 13, 21 തൊട്ട് 27 വരെയുള്ള വചനങ്ങളിലാണ്. യൂദാസിൻ്റെ വഞ്ചനയെക്കുറിച്ചൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ഭാഗമാണ്. 21 മുതലുള്ള വചനങ്ങൾ. ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി. തൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. വ്യക്തമായി പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവൻ ആരെപ്പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകുലചിത്തരായി പരസ്പരം നോക്കി. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്നിരുന്നു. ശിമിയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ ആരെപ്പറ്റി പറയുന്നു എന്ന് ചോദിക്കുക. യേശുവിൻ്റെ വക്ഷസ്സിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു. ആര് ചോദിച്ചു? യോഹന്നാൻ ചോദിച്ചു, കർത്താവേ, അതാരാണ്? അവൻ പ്രതിവചിച്ചു, അപ്പക്കഷ്ണം മുക്കി, അപ്പക്കഷ്ണം സ്വീകരിച്ച്, എന്താണ്, അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷ്ണം മുക്കി ശിമോൻ ഇസ്കറിയാത്തിയുടെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. അപ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത് ആരാന്നുള്ളത് ശരിക്കും ഈശോ 33 വർഷം ഇവരെ കൂടെ കൊണ്ടുപോയിട്ട് ഇത് പറഞ്ഞോ? ഈ ശിഷ്യന്മാർ 33 വർഷം കൂടെ ഉണ്ടായിരുന്ന, ആരോടും പറഞ്ഞില്ല. അപ്പോൾ ഈ ഹൃദയ രഹസ്യം കൂടെ കൊണ്ടു നടക്കാം. 33 വർഷം 12 പേരെ കൊണ്ടു നടക്കുന്നു. അതിൽ ഒരുത്തന് ഒറ്റിക്കൊടുക്കുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന യേശു അത് പറഞ്ഞു കൊടുക്കാതെ, ആ വേദനയൊക്കെ ഉള്ളിലുണ്ടാവുമല്ലോ, ആ ഉള്ളിൽ വേദനയെല്ലാം ഒതുക്കി ഇത് പറയാതെ പോകുമ്പോൾ അവസാന നിമിഷത്തിൽ പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ ഒറ്റിക്കൊടുക്കും. ഒറ്റിക്കൊടുക്കുമെന്ന് പറയുമ്പോൾ പത്രോസ് ആംഗ്യം കാണിച്ചുകൊണ്ട് യോഹന്നാനോട് പറയും. യോഹന്നാൻ യേശുവിൻ്റെ വക്ഷസ്സിൽ ഈ അന്ത്യാത്താഴ സമയത്ത് ചാരി കിടക്കുകയാണ്. അത്രയും ഹൃദയബന്ധം. അപ്പോൾ ഈ ഹൃദയബന്ധമുള്ള യോഹന്നാൻ യേശുവിനോട് ചോദിക്കണം. പത്രോസ് റെക്കമെൻഡ് ചെയ്യുകയാണ്, അറിയാൻ വേണ്ടി ആകാംക്ഷ കൊണ്ട് ആംഗ്യം കാണിച്ച് ചോദിച്ചു, നീ ചോദിക്കുക. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, അപ്പകഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നു അവനാണ്. അപ്പം ഹൃദയ രഹസ്യം ഈശോ വെളിപ്പെടുത്തി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ദീപികാരന് ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശുവിൻ്റെ ഹൃദയ രഹസ്യങ്ങൾ യേശു വെളിപ്പെടുത്തി തരും. അപ്പം നിസ്സാരമല്ല ഈ കാര്യങ്ങൾ എന്ന് നാം തിരിച്ചറിയണം. അപ്പം ഇതേപോലെ യോഹന്നാനോട് സംസാരിച്ചതുപോലെ ഈശോയുടെ ഹൃദയ രഹസ്യങ്ങൾ
ഈശോ വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഈശോയുടെ ഒരു ആലോചന ചോദിച്ചാൽ, ദീപികാരൻ ഈശോയുടെ ആലോചന ചോദിച്ചാൽ ഈശോ അത് ചെയ്തു തരും, അത് വെളിപ്പെടുത്തി തരും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പം അതുകൊണ്ട് ഒറ്റ കണ്ടീഷനെ പറഞ്ഞിട്ടുള്ളൂ. യോഹന്നാനെ പോലെ ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് ഇരിക്കാനും ഈശോയുടെ ഹിതം ജീവിതത്തിൽ പരിശീലിക്കുകയും പുലർത്തുകയും ചെയ്യുന്നവരായി മാറുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇത് വെളിപ്പെടുത്തി തരും. നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം വെളിപ്പെടുത്തി തരും, മറ്റുള്ളവരെക്കുറിച്ചുള്ള ദൈവഹിതം വെളിപ്പെടുത്തി തരും. അല്ലെങ്കിൽ ദൈവിക പദ്ധതികൾ തിരിച്ചറിയാൻ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന, യോഹന്നാനെ പോലെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സാധിക്കും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ടാണ് ഇൻസിലു യേശു എന്ന് പറയുന്ന പുസ്തകത്തിൽ 83-ാമത്തെ ഖണ്ഡികയിൽ ഈശോ പറയുന്നുണ്ട്, എൻ്റെ ദീപികാരന് മുഖം തേടുന്നതിൽ ഉറച്ചു നിൽക്കുന്നവർ എൻ്റെ എല്ലാ ഹൃദയ രഹസ്യങ്ങളും വായിച്ചു തുടങ്ങും. ഒന്നുകൂടെ വായിക്കാം. എൻ്റെ ദീപികാരന് മുഖം തേടുന്നതിൽ ഉറച്ചു നിൽക്കുന്നവർ എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ ഹൃദയ രഹസ്യങ്ങളും വായിച്ചു തുടങ്ങും. ആത്മാക്കൾക്കുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ തേടിപ്പിടിക്കാൻ സാധ്യമല്ലാത്ത ആഴങ്ങൾ കണ്ടെത്തി തുടങ്ങും. ആത്മാക്കൾക്കായുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ തേടിപ്പിടിക്കാൻ സാധ്യമല്ലാത്ത ആഴങ്ങൾ കണ്ടെത്തി തുടങ്ങും. എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിൻ്റെ ആഴം, ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴം, ഈശോയുടെ ദീപികായന മുഖം തേടുന്ന ആ ദീപികായൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കും. ഈശോയുള്ള സ്നേഹത്തിൻ്റെ ആഴം കൊണ്ട് നിറയും. യേശുവിൻ്റെ ഹൃദയ തുടുപ്പുകൾ അറിയും. യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും. യേശു സ്നേഹം എത്രമാത്രം ആഴമുള്ളത്, ഡെപ്തുള്ളതാണെന്ന് കാണിച്ചു തരും. അതുകൊണ്ടാണ് എഫേസൂസുകാർക്ക് ലേഖനം 3:18-19, എഫേസൂസ് 3:18-19. കിട്ടിയെങ്കിൽ വായിക്കാം. ഗലാത്തിയ കഴിഞ്ഞിട്ടാണ്, കിട്ടിയെങ്കിൽ വായിക്കാം. എഫേസൂസ് 3:18. എല്ലാ വിശുദ്ധരോടുമൊപ്പം, അങ്ങനെയല്ലേ, എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയ. അപ്പം യേശുവിൻ്റെ ദീപികാരന് മുഖം തേടുന്ന അല്ലെങ്കിൽ ദീപികാരനത്തോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയും. അതാണ് വചനം പറയുന്നത്, എല്ലാ വിശുദ്ധരോടുമൊപ്പം. നിന്റെ ജീവിതത്തിൽ നീ തിരിച്ചറിയേണ്ട കാര്യം ഇതാ, അനേകം വിശുദ്ധർ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും ഉയരവും വീതിയും ആഴവും തിരിച്ചറിഞ്ഞു. അപ്പം അതുപോലെ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും തിരിച്ചറിയാൻ, യേശുവിൻ്റെ ഹൃദയ രഹസ്യങ്ങൾ തിരിച്ചറിയാൻ ഒരു വ്യക്തിക്ക് സാധിക്കും. കണ്ടീഷൻ ഇത്രേ ഉള്ളൂ, യേശുവിനോട് ചേർന്ന് നിൽക്കണം. ദീപികാരന് ഈശോയെ ആരാധിക്കണം, ദീപികാരന് ഈശോയോട് ചേർന്ന് നിൽക്കണം. രാത്രിയിൽ യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ സ്നേഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തിരിച്ചറിയും. യേശു സ്നേഹം കൊണ്ടൊരു കുടുംബം നിറയും, ഒരു വ്യക്തി നിറയും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പം അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക്, യേശുവായ വ്യക്തിപരമായ ഒരു ബന്ധങ്ങളിലേക്ക് ഓരോ വ്യക്തിയും കടന്നു വരണം. ഇതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സക്രാരിയിൽ അല്ലെങ്കിൽ അരലുക്കയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ ഓരോ വ്യക്തികളിൽ നിന്നും ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും എല്ലാം തിരിച്ചറിയണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് അനേകം സക്രാരികളിൽ ഈശോ അവഗണിക്കപ്പെടുന്നുണ്ടായെങ്കിൽ ഈശോയുടെ വേദനയും നിലവിളിയും അതാണ്. യേശുവിൻ്റെ നിലവിളി ഇതാ, എൻ്റെ സ്നേഹം തിരസ്കരിക്കപ്പെടുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 14:37 അതുകൊണ്ട് ഈശോയുടെ അടുക്കൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചെല്ലാം ഈശോ പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം
14-ാമത്തെ അധ്യായം 37-ാമത്തെ തിരുലിഖിതം. യേശു ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അപ്പസ്തോലന്മാർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരോട് പറയുന്ന വചനഭാഗമാണത്. നമുക്ക് വായിക്കാം. അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു, ശിമിയോനെ, നീ ഉറങ്ങുന്നുവോ? 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇപ്പം യേശു നമ്മോട് പറയുന്നൊരു കാര്യം ഇതാ, 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ, യേശുവിനോട് പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുന്നില്ലേ എന്ന് ഈശോ ചോദിക്കുകയാണ്. അപ്പോൾ ദീപികാരൻ്റെ ചാപ്പലുകളിലും ദീപികാരണ്യ സന്നിധിയിലും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ യേശുവിൻ്റെ സന്നിധിയിൽ ഒരു വ്യക്തി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ ആശ്വസിപ്പിക്കുകയാണ്. അവഗണിക്കപ്പെട്ട ഈശോയെ പ്രത്യേകമായ വിധത്തിൽ ഒരു വ്യക്തി ദീപികാരൻ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ആ യേശുവിന് ആശ്വാസം നൽകുകയാണ്. കുരിശിൻ്റെ വഴിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി, ആരെയും ഞാൻ കണ്ടില്ല. യേശുവിൻ്റെ ആഴമേറിയ ദുഃഖം കുരിശിൻ്റെ വഴിയിൽ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ദീപികായനത്തിലുള്ള യേശുവിൻ്റെ സാന്നിധ്യത്തിന് നൽകാൻ പറ്റാത്ത വിധത്തിൽ ഒരു വ്യക്തി ആരാധന നൽകാൻ പറ്റാത്ത വിധത്തിൽ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അത് ഈശോയ്ക്ക് വേദനയെന്ന് പറയുക. സകല ദൈവമക്കളും യേശുവിനെ ആരാധിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞു, 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഉണർന്നിരിക്കാൻ പറ്റില്ലേ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇൻസുരു യേശു എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈശോ പ്രത്യേകമായിട്ടും ദർശനങ്ങളും അതുപോലെ തന്നെ സന്ദേശങ്ങളും നൽകിയപ്പോൾ പരിശുദ്ധ മറിയവും ഇതേപോലെ സന്ദേശം നൽകിയിട്ടുണ്ട്. പരിശുദ്ധ മറിയം 2011 സെപ്റ്റംബർ 15 ഇൻസുരു യേശു എന്ന് പറയുന്ന പുസ്തകത്തിൽ ആ വൈദികർ നൽകിയ സന്ദേശത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. മറിയത്തിൻ്റെ 8ാമത്തെ വ്യാകുലത്തെക്കുറിച്ച് പറയുക. മറിയത്തിൻ്റെ 8ാമത്തെ വ്യാകുലം, നമുക്കറിയാം 7 വ്യാകുലങ്ങൾ മറിയത്തിനുണ്ടെന്നറിയാം. പരിശുദ്ധ മറിയത്തിനുണ്ട്. 8ാമത്തെ വ്യാകുലവും ഉണ്ട് എന്ന് പരിശുദ്ധ മറിയം പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, 8ാമത്തെ വ്യാകുലം എന്ന് പറയുന്നത്, എൻ്റെ മകൻ്റെ സ്നേഹകൂദാശിയിൽ അവൻ വേദനിക്കുന്നത് എൻ്റെ അമലോത്ഭവ മാതൃഹൃദയത്തിന് 8ാമത്തെ വ്യാകുലമാകുന്നു. അൾത്താരിയിലെ കൂദാശിയിലുള്ള എൻ്റെ പുത്രൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തേക്കാൾ വലിയ അത്ഭുതം ലോകത്തിലില്ല. എന്നിട്ടും അവൻ പരിത്യജിക്കപ്പെടുന്നു, അവഗണിക്കപ്പെടുന്നു, ഒറ്റിക്കൊടുക്കപ്പെടാനായി വീണ്ടും വീണ്ടും പാപികൾക്ക് ഏൽപ്പിക്കപ്പെടുന്നു. എൻ്റെ പ്രിയ വൈദികരാൽ, തിരഞ്ഞെടുക്കപ്പെട്ടവരാൽ, എൻ്റെ ദൈവജനത്താൽ എൻ്റെ 8ാമത്തെ വ്യാകുലം പരമപരിശുദ്ധ ദീപികായനത്തിലെ എൻ്റെ പുത്രനോടുള്ള അവഗണനയും ഒറ്റിക്കൊടുക്കലുമാണ്. ഈശോ പറയുകയാണ്, ഈ അവഗണന, ഈ ദീപികായനത്തിലുള്ള ഈശോയോടുള്ള അവഗണന അത് വളരെ സീരിയസ് ആണെന്ന് പറയാം. അപ്പോൾ ഈ അവഗണന മറിയത്തിൻ്റെ ഒരു വേദനയാണ്. 8ാമത്തെ വ്യാകുലം, ഹൃദയത്തിൻ്റെ മറിയത്തിൻ്റെ 8ാമത്തെ ഒരു വ്യാകുലം, ദീപികാരൻ ഈശോയെ തിരസ്കരിക്കുന്നു, അവഗണിക്കുന്നു. യേശുവിന് നൽകേണ്ട ബഹുമാനവും ആരാധനയും ദീപികാരനത്തിൽ സക്രാരിയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയ്ക്ക് നൽകുന്നില്ല എന്നുള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഇപ്പം യേശുവിന് നൽകാത്ത ആരാധന മറിയത്തിന് ഒരു വേദന, 8ാമത്തെ വ്യാകുലമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈശോ ഒറ്റിക്കൊടുക്കപ്പെടുക. ഈ അവഗണന മാത്രമല്ല, ഈശോ ഒറ്റിക്കൊടുക്കപ്പെടുന്നു. എന്നിട്ട് എങ്ങനെയാണ് ഒറ്റിക്കൊടുക്കപ്പെടുന്നത് എന്ന് പരിശുദ്ധ മറിയം പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്: ദീപികാരൻ ഈശോയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാൻ നമ്മൾ പരാജയപ്പെടുമ്പോൾ ഈശോയെ ഒറ്റിക്കൊടുക്കുക എന്ന് പറയുകയാണ്. യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാതിരിക്കുമ്പോൾ, അത് പരിചയപ്പെടുത്തി കൊടുക്കാതിരിക്കുമ്പോൾ, അങ്ങനെയെങ്കിൽ അത് അച്ഛന്മാർക്ക് മാത്രമല്ല, സിസ്റ്റേഴ്സിന് മാത്രമല്ല, അത് മാതാപിതാക്കന്മാർക്കും സകല വിശ്വാസികളോടും പറയുന്ന കാര്യമാണ്. യേശുവിൻ്റെ ദീപികാരൻ്റെ സാന്നിധ്യം വിശുദ്ധ കുർബാനയിലുണ്ട് എന്ന് ആരെല്ലാം പരിചയപ്പെടുത്തേണ്ടവർ പരിചയപ്പെടുത്താതിരിക്കുന്നോ, ഇത് മറിയത്തിൻ്റെ 8ാമത്തെ വ്യാകുലവും യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതുമാണെന്ന് പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
വീണ്ടും പറയുക, രണ്ടാമത്തെ കാര്യം പറയാം, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ യേശുവിൻ്റെ സാന്നിധ്യത്തിന്, ദീപികാരൻ്റെ സാന്നിധ്യത്തിന് ശ്രദ്ധയും ആരാധനയും ബഹുമാനവും നൽകുന്നതിനെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ, ഇപ്പോൾ ദീപികാരൻ്റെ ആരാധനയ്ക്കും പരിശുദ്ധ കുർബാനയും ഇതിനെല്ലാം നമ്മൾ നിരുത്സാഹപ്പെടുത്തുമ്പോൾ, പോകുന്നവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലാതെ ചെയ്യരുത്, അല്ലെങ്കിൽ തടസ്സം നിൽക്കുമ്പോൾ, പരിശുദ്ധ കുർബാന പങ്കെടുക്കുന്നതാകാം, ദീപികാരനെ ആരാധനയാകാം, അല്ലെങ്കിൽ ദീപികാരനുമായി ബന്ധപ്പെട്ട് അതിന് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതിനെല്ലാം നമ്മൾ എതിർക്കാൻ നിന്നാൽ ഈശോയെ ഒറ്റിക്കൊടുക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ പ്രോത്സാഹിപ്പിക്കണം. ദീപികാരൻ്റെ ആരാധനയും ദീപബലിയുമെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു. മൂന്നാമത്തെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: അയോഗ്യതയോടെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ, സ്വീകരിക്കുമ്പോൾ, അത് വൈദികർ അർപ്പിച്ചാലും സ്വീകരിക്കുന്നവർ അയോഗ്യതയോടെ സ്വീകരിക്കുമ്പോഴും ഈശോയെ ഒറ്റിക്കൊടുക്കുന്നതാണ് എന്ന് ഈശോ പരിശുദ്ധ മറിയം പറയുകയാണ്. വീണ്ടും പറയുന്നുണ്ട്, നാലാമത്തെ കാര്യം പറയുന്നുണ്ട്, ഈശോയെ ഒറ്റയ്ക്കാക്കി പള്ളി പൂട്ടി പോകുമ്പോഴും അവൻ്റെ സക്രാരിയിൽ അവനെ സമീപിക്കാനും ദീപികാരൻ്റെ മുഖത്തിൽ വിശ്രമിക്കാനും ആത്മാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ അല്ലെങ്കിൽ അത് അസാധ്യമാക്കുകയോ ചെയ്യുമ്പോൾ അവനെ ഒറ്റിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ, പള്ളി പൂട്ടി പോകുമ്പോൾ, അച്ഛന്മാരോട് പറയുന്നതാണ്, പള്ളി പൂട്ടി പോകുമ്പോൾ, ആരാധന നടക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാതെ ഇരിക്കുമ്പോൾ ഈശോയെ ഒറ്റിക്കൊടുക്കുന്നതെന്ന് പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ തുറന്നിട്ടാലും, പള്ളി തുറന്നിട്ടാലും ആൾക്കാർ വരാതെ ഇരുന്നാൽ അത് പൂട്ടിപ്പോകുന്നത് അച്ഛന്മാരുടെ കുഴപ്പമാണെങ്കിൽ, തുറന്നിട്ടിട്ടും വരാതെ ഇരിക്കുമ്പോൾ അത് ആൾക്കാരുടെ കുഴപ്പമാണ്, ആൾക്കാർ ഒറ്റിക്കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ അത് എല്ലാവർക്കും ബാധകമാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അഞ്ചാമത്തെ കാര്യം, ദേവാലയങ്ങൾ ആരവങ്ങളുടെയും ലൗകിക സംഭാഷണങ്ങളുടെയും ഇടമാകാൻ അനുവദിക്കുമ്പോൾ സക്രാരിയിലെ ദീപികാരനത്തെ അനുസ്മരിക്കുവാൻ ആത്മാക്കൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ അവനെ ഒറ്റിക്കൊടുക്കുന്നു. ഇപ്പം ദീപികാരന് എഴുന്നള്ളിയിരിക്കുന്ന പള്ളികളാകാം, ചാപ്പലുകളാകാം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലൗകികമായ കാര്യങ്ങളും സംഭാഷണങ്ങളും അതുപോലെ തന്നെ മറ്റ് ഈശോയുടെ പരിശുദ്ധിക്ക് ചേരാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈശോയെ അത് ഒറ്റിക്കൊടുക്കുന്നതായി മാറും എന്ന് പരിശുദ്ധ മറിയം പറയുകയാണ്. 5 കാര്യങ്ങൾ അങ്ങനെ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പരിശുദ്ധ മറിയം പറയുന്നുണ്ട്, ഇനി ഈ 8ാമത്തെ വ്യാകുലത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങളോട് പറഞ്ഞു തരാമെന്ന് പറയാണ്. കൂടുതൽ നിങ്ങൾക്ക് ഔദാര്യം ഇല്ലാതാകുമ്പോൾ, സ്നേഹത്തോട് സ്നേഹം കൊണ്ട് പ്രതികരിക്കാതിരിക്കുമ്പോൾ, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി പരിശുദ്ധ പരമദീപികാരനത്തിൽ സന്നിഹിതനായിരിക്കുന്ന അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കുവാനുള്ള ഔദാര്യം കാണിക്കാതിരിക്കുമ്പോൾ ഞാൻ 8ാമത്തെ വ്യാകുലം അനുഭവിക്കുകയാണ്. നമ്മൾ ഔദാര്യം കാണിക്കാതെ എന്ന് പറഞ്ഞാൽ, സമയമുണ്ട്, വാഹനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, എന്നിട്ടും ദീപികാരൻ ഈശോയെ കാണാൻ പോകാത്തപ്പോഴും ആരാധിക്കാൻ പോകാത്തപ്പോഴും പരിശുദ്ധ കുർബാനയിൽ പോകാൻ മടി കാണിക്കുമ്പോഴും എല്ലാ സൗകര്യമുണ്ട്. എന്നിട്ടും നമ്മൾ മുഖം തിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ, പുറം തിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മറിയത്തിൻ്റെ 8ാമത്തെ വ്യാകുലമാണ്. അപ്പോൾ നമുക്കെല്ലാ സൗകര്യമുണ്ട്, അനുകൂലമായ എല്ലാ സാഹചര്യം, വാഹനങ്ങൾക്ക് വാഹനം, കൊണ്ടുപോകാൻ ഡ്രൈവർ, അല്ലെങ്കിൽ നടന്നു പോകാനുള്ള സൗകര്യം, അങ്ങനെ അനേകം കാര്യങ്ങൾ നമുക്കുണ്ടായിട്ടും നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ, ദീപികാരൻ്റെ ആരാധനയിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ ഇത് ഈശോയ്ക്ക് നൽകുന്ന ഒരു അവഗണനയും അതുപോലെ തന്നെ അത് ഈശോയെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവുമാണ് എന്ന് ഈശോ പറയുകയാണ്. അതുകൊണ്ട് ഇൻസിനു യേശു എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ 111ാമത്തെ പേജിൽ വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ ദീപികാരന് മുഖം തേടുക, എന്നോട് സ്നേഹകൂദാശയിലെ തുറക്കപ്പെട്ട ഹൃദയത്തോട് വളരെ അടുത്തായിരിക്കുക, ഇവയെല്ലാം ചെയ്യുക, ബാക്കിയെല്ലാം അമർത്തി കുലുക്കി നിറച്ചളർന്ന് നിനക്ക് നൽകപ്പെടും എന്ന് പറഞ്ഞാൽ, നമുക്ക് അനുഗ്രഹങ്ങൾ നിറച്ചളർന്ന് അമർത്തി കുലുക്കി കർത്താവ് ധാരാളം അനുഗ്രഹങ്ങൾ തരും. നീ ചെയ്യേണ്ട കാര്യം ഇതാ, യേശുവിൻ്റെ ദീപികാരന് മുഖം തേടണം. ദീപികാര സന്നിധിയിൽ ആയിരിക്കാൻ പരിശ്രമിക്കുമ്പോൾ
ദൈവം നിറച്ചളർന്ന് അമർത്തിക്കുലുക്കി എന്ന് പറഞ്ഞാൽ ധാരാളം കൃപകൾ ജീവിതത്തിൽ തരും. അപ്പം അതുകൊണ്ട് നമ്മൾ നിരാശപ്പെട്ടു പോകേണ്ട കാര്യമൊന്നുമില്ല. ഏതെല്ലാം പ്രതിസന്ധികൾ നമ്മെ നിരാശപ്പെടുന്നുണ്ടെങ്കിൽ ആ അവസ്ഥയിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കാൻ, ദൈവികായന സന്നിധിയിൽ ആയിരിക്കാൻ, ദൈവികായനത്തെ ആരാധിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയാൽ ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നതാ. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് ആവിലായിലെ വിശുദ്ധ ത്രേസ്യ ഇങ്ങനെ പറയുന്നുണ്ട്, രാജാവിനോട് സംസാരിക്കാൻ രാജാവ് എല്ലാവരെയും അനുവദിക്കാറില്ല, എന്നാൽ മഹത്വത്തിൻ്റെ രാജാവായ യേശു എല്ലാവരെയും കേൾക്കാൻ വേണ്ടി വിശുദ്ധ കുർബാനയിൽ സദാ സന്നിഹിതനാണ്. ആഗ്രഹിക്കുന്നവർക്കെല്ലാം അവിടുത്തെ കണ്ടെത്താൻ കഴിയും, കൃപ സ്വീകരിക്കാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പോൾ ഒരു രാജാവിൻ്റെ അടുക്കൽ ചെല്ലുവാനായിട്ട് നമുക്ക് തടസ്സങ്ങളുണ്ട്, എന്നാൽ യേശു നമ്മെ പ്രതീക്ഷിച്ച് ദീപികായനത്തിലുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ദീപികായനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തിയെയും ഈശോ അനുഗ്രഹിക്കും. അപ്പോൾ രാത്രി പ്രാർത്ഥനയിലൂടെ നമ്മൾ പ്രത്യേകമായിട്ടും കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ, അത് ദീപികായന ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ, അത് ഇനി അതിന് സൗകര്യമില്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ ഈശോ തരുമെന്ന് ഇന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്, ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ നിമിഷത്തിൽ പ്രത്യേകമായിട്ടും ദീപികാരന് ഈശോയുടെ സാന്നിധ്യം നമ്മുടെ രാത്രി പ്രാർത്ഥനകൾ കൂടുതൽ ശക്തിപ്പെടുത്തുമ്പോൾ നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമായി മാറും. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ അതെല്ലാം ഇടയാകും. അതുകൊണ്ട് നമുക്ക് ശക്തമായിട്ടും ദീപികാരണ്യ നാഥൻ്റെ അനുഗ്രഹങ്ങൾ രാത്രി കാലങ്ങളിലെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ശക്തമായും കുടുംബങ്ങളിൽ കടന്നു വരും. എല്ലാ ബന്ധനങ്ങളും അഴിയപ്പെടാൻ ഈശോ അപ്പോൾ നമ്മെയും കുടുംബത്തെയെല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് ഇടപെടുമെന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് ഇന്ന് ഈ രാത്രി കർത്താവിൻ്റെ സന്നിധിയുള്ള പ്രാർത്ഥനയിലൂടെ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നമുക്ക് ഈ നിമിഷത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് രണ്ട് കരങ്ങൾ